നമ്മുടെ ദീപക് ധർമ്മടം സാക്ഷാൽ ധർമ്മടത്തിന്റെ ഒരു പ്രവചനം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തൽക്കാലം പുറത്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രവചനം അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ദീപക് ധർമ്മട ഗുഡ് മോർണിംഗ്. ആ പ്രവചന സ്വഭാവം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കാണോ? സ്ഥലം വിട്ടോ പുള്ളി ദീപക് തർപ്പണം ആൾക്കാർ ദൂരദർശനെ വിളിച്ചാണോ ബംഗാൾ കഴിഞ്ഞ തവണ മോഡി വന്നിട്ട് ദീദിയോ ദീദി എന്ന് പറയുന്ന പോലെ ധർമ്മടത്തിന് ഇഷ്ടപ്പെട്ട ഒരു ചായക്കട ഉണ്ട് അടുത്ത്. അവിടെ ഇഡ്ഡലി കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇഡ്ഡലി ചമ്മന്തി സാമ്പാറും ഓരോ ഇഡ്ഡലിയും വിഴുങ്ങുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട്. അപ്പൊ സംസാരിക്കാം. ദീപക് ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. പറയൂ, ദീപക് ആ പ്രവചനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? അത് മൈക്കിന് ഇഡലി കൊടുത്തതാണ്. ഞാൻ ഇഡലി കഴിച്ചതല്ല എസ് കെ. കാരണം ബാറ്ററി ഒന്ന് ലോ ആയപ്പോ പെട്ടെന്ന് മാറ്റിയതാണ് ഞാൻ കല്യാശ്ശേരി. ഓരോ ഇഡലി എടുത്തെന്ന് വിഴുങ്ങാന്നാ പറഞ്ഞത്. ഓരോ ഇഡലി ഓരോ കൈക്ക്, അങ്ങനെ 10 ഇഡലി. ഒരു മര്യാദ വേണ്ട. അതെ അതെ എസ് കെന്റെ പതിവ് തമാശയാണ്. നമ്മൾ ചായ പോലും കുടിച്ചിട്ടില്ല. ഏതായാലും ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നേതാക്കളെല്ലാം എത്തി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് അകത്തേക്ക് പോയി, സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പോയി കഴിഞ്ഞു. അതുപോലെ UDFന്റെ സ്ഥാനാർത്ഥികൾ മിക്കവാറും എല്ലാവരും തന്നെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് പുറത്ത് ഒരു പ്രമുഖ നേതാവ് പ്രവർത്തകരെ എല്ലാം ഏജന്റുമാരെയൊക്കെ അനുഗ്രഹിച്ച് അയക്കാൻ വേണ്ടിയുണ്ട്. നമ്മുടെ ജനകീയനായ കോഴിക്കോടിന്റെ MP MK രാഘവനാണ്. MK, താങ്കൾ രാവിലെ മുതൽ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. എന്താണ് ഒരു വിലയിരുത്തൽ? കേരളത്തിൽ UDFന് അനുകൂലമായ അന്തരീക്ഷം ഒരു തരംഗം തന്നെയാണ്, തർക്കം വേണ്ട. കാരണം ജനവികാരം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരാണ്. ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രതിഫലനം കൗണ്ടിങ് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഒരു തരംഗമുണ്ട്, അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു ക്ലീൻ സ്വീപ്പ് ഇടതുമുന്നണിക്കെതിരായി UDFന് അനുകൂലമായി. മാത്രമല്ല ഒരു ന്യൂനപക്ഷ കൺസൾട്ടേഷൻ നടന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോളൂ, ജനവികാരത്തിലെല്ലാം ഉണ്ട്. ആ ജനവികാരം LDF എതിരാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF വൻപിച്ച മുന്നേറ്റം കാഴ്ചവെക്കും. അങ്ങനെ വമ്പിച്ച മുന്നേറ്റത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് നമ്മൾ അതല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡല്ലേ. കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു രീതിയുണ്ട്, ഒരു നടപടിക്രമമുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കും. രാഘവട്ടൻ, ഒരു കാര്യം വെച്ചാൽ MPമാർ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് രാഘവട്ടൻ എലത്തൂർ മത്സരിക്കാഞ്ഞത്. അല്ലെങ്കിൽ എലത്തൂർ മത്സരിക്കുമായിരുന്നു. പക്ഷേ MPമാർ മുഖ്യമന്ത്രിയാവാൻ സാധ്യത. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം അന്തിമ തീരുമാനം. അത് എല്ലാവരുടെ അഭിപ്രായം കേട്ട ശേഷമാണ് തീരുമാനം ഉണ്ടാവുക. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നു എല്ലാവർക്കും ബാധകമാണ്. അതായത് MLA എല്ലാത്ത ആളും മുഖ്യമന്ത്രി ആവാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം. അത് എല്ലാവർക്കും ബാധകമാണ്. ഓക്കെ, താങ്ക് യു എസ് കെ. ഇതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ദീപക് തർമ്മടം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് 25 മിനിറ്റാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോകമെമ്പാടും ഇരുന്ന് ഈ 24ന്റെ ഈ തെരഞ്ഞെടുപ്പ് സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആവേശത്തോടെ അയക്കുന്ന കമന്റുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചില പ്രേക്ഷകർ നമ്മുടെ സഹാനുഭൂതിയുള്ള ചില പ്രേക്ഷകർ ചളമാക്കത്തില്ലല്ലോ നമ്മൾ. വിളിക്കുന്നുണ്ട് ചളി മൊയലാളി എന്നാ വിളിക്കുന്നത്. കളി മൊയലാളി, എന്റെ പൊന്നെ, 1.5 ടൺ ചളി ഇന്നലെ ഇറക്കുമതി ചെയ്ത കളി മൊയലാളി. ഇതെല്ലാം നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. മാത്രമല്ല ഈ നമ്മുടെ മുഖത്ത് നോക്കി ചളി മൊയലാളി എന്നൊക്കെ വിളിക്കാവോ? കല്യാണം കഴിയുന്നതിന് മുമ്പായിരുന്ന ടെൻഷനാണ്. ഇങ്ങനെയുള്ള കെട്ടാനൊന്നും ആരും വരത്തില്ല. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് വയസ്സുകാലത്ത് ചളി മൊയലാളി എന്ന് കേട്ട ചളി മൊയലാളി എന്തോ എന്ന് വിളിക്കുന്നത് നമുക്ക് യാരും ടെൻഷനില്ല. പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു 2 കാട്ടാളന്മാരുടെ ഇടയിൽ ഒരു മാൻപേടാണ്. എഴുതി വെച്ചോളൂ നെറ്റിക്ക്, ആളിന് മാറിപ്പോവും അല്ലെങ്കിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.